ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ആണല്ലോ. ഇവിടെ ഈ കടമ്പേരി നാട്ടിലുണ്ട് ചില വിശ്വാസങ്ങൾ. ഇവരുടെ കൺകണ്ട ദൈവമായ എള്ളുക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ട മഹോത്സവമാണ് ഇന്ന്. ഘോരമായ ഈ കാട്ടിൽ വന്ന് കാട്ടുപന്നീനെ വേട്ടയാടി ചാത്തന് സമർപ്പിച്ചാലേ ഉത്സവത്തിന് കൊടിയിറങ്ങുള്ളൂ. ഇപ്പൊ പിന്നെ പഴയ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാര്യം ഉത്സവം നടത്തുന്ന പാർട്ടിക്കാരാണെങ്കിലും എന്നെങ്കിലും തങ്ങൾക്കും ഈ ഉത്സവം നടത്താനാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പാർട്ടിക്കാർ. എന്താവോ എന്തോ. നമുക്കൊരു 8-8 പന്നിനാട് എത്തിക്കണ്ടേ? സുധാരണം കാണുക മുടിയോട് വിളി. നമ്മുടെ പട്ടീന് പൂച്ചനെ പിടിക്കാൻ മതി അവരുടെ വർത്താനം. കാട്ടുമതിന് പേടി വെക്കാനാ വന്ന്. ഇനി മരുന്ന് നിറച്ച് കാട്ടിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങള് വാ, ഒരു വഴിയുണ്ട്. വണ്ടി ഇടറാ. മൊത്തം 90 കിലോ ഉണ്ട്. 250 റേറ്റ്. പക്ഷെ 225 വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ താണ്ടേ 20,250. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? എന്നാ പിന്നെ 250 രൂപയാക്കാം. എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ മതിയോ? അത് വേണ്ട, 225 കൂട്ട്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ, വീട്ടിൽ നിന്നുകൊണ്ടൊന്നും അല്ലല്ലോ. ആ കാശും കെട്. നീ ഇത് മുൻകൂട്ടി കണ്ടു അല്ലേ? ഞാൻ എത്രയും കാട് വരുന്നു. എന്തായാലും കൊടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഒന്ന് പോക്കട്ടെ. ദേവി വാടാ. അമ്പോട്ടാ, എന്താ എനക്ക് തരുവാ? എന്തിന്? തോക്ക്. ഇതൊന്ന് വെക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. കാട്ടുന്നോ തരുന്നില്ല. ഇതിന്റെ ഉള്ളിലില്ലെങ്കിലും വെടിവെച്ചിട്ടല്ലോ. പുതിയ ജനറേഷൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കല്? ആദ്യം ഇതെല്ലാം നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് വെടിവെക്കാം. 20,500. 20,500? 250 ഇല്ലല്ലോടാ. 250 ടൗണിൽ ഇറങ്ങുമ്പോ തരാം, പോരെ? എന്റെ പൊന്നെ ചേച്ചി, ചതിക്കില്ല, അതേ ഉള്ളൂ. ഒന്ന് നോക്കേച്ചി. എടാ ചില്ലറില്ല. എന്നാലേ നോക്കി പഠിക്കാം. ഇല്ല, മുണ്ടൂല. ഒന്നിങ്ങ് വന്നേ. കണ്ണേട്ടാ, കണ്ണേട്ടാ, അങ്ങോട്ട് വേണ്ടിയുണ്ടു. കണ്ണേട്ടാ, കണ്ണേട്ടാ. അത് ശരി. ഒരാളാടെ വെടികൊണ്ട് ചാവാൻ കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കിക്കൊണ്ടിരിക്ക. എടാ, ഞാനതിന് എന്റെ കണ്ണേട്ടാ, ചാക്ക് പൊട്ടിയതാടാ. ഒന്ന് വന്നേ. എന്താ ക്ഷീണം? ഒന്ന് സ്കാനിങ്ങിന് പോകണം. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. പന്നി കാട്ടുന്ന കിട്ടിയതല്ല. അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഫാമിൽ മേടിച്ച. നേരിന്റെ അമ്മ അറിഞ്ഞു വേറെ ആരോട് പറയാൻ നിൽക്കണ്ട. ആരോട് പറയാ? നീ ഞാൻ ആരോട് പറയണ? ചന്ദ്രൻ നിൽക്കുന്ന വലിയ മൈൻഡാക്കണം. സുധാരാ, ഏത് കാട്ടുന്ന അതിനെ പിടിച്ചിന്? ഉഷ്ണമേഖല മഴക്കാട്ടുന്ന്. എന്തേ പോരുന്നാ?
കണ്ണാ മേരിന്റെ ഫാമിലി പോയിട്ട് പന്നീനെ മണിക്കാനും അറിയാം, അതിന് പെയിന്റ് അടിക്കാനും അറിയാട്ടാ. അടിച്ചോന്നല്ലാട്ടാ, അത് വെടിവെച്ചാൽ കൊണ്ടിലൂടെയാണ്. ബാലട്ട നിങ്ങൾ വെറുതെ ചൊറയാക്കാൻ നിൽക്കല്ലേ, നമുക്ക് തെയ്യം ഇറങ്ങേണ്ടത്. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കട്ടെ, നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ. കമ്മിറ്റി കൂടുമ്പോ കാണാം. നോക്കണം, നീ തോക്ക് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. മാറിക്കങ്ങോട്ട് അമ്മിണി ഇളക്കിയിട്ടുണ്ട് കേട്ടാ. കുടിച്ചോ, കുടിച്ചോ. കഴിക്കുന്നു ഞാൻ വാ, അമ്മയെ കാണേ. എടാ ഭാസ്കര, വന്നാ ലേശം ബുദ്ധിമുട്ടിയേ, പക്ഷെ എന്നാലും നല്ല ചെമ്മ കണ്ട സാധനമാണ്. ആള് നല്ല ഉസാറാണ്. നീ ഒരു കാര്യം ചെയ്യ്, അതിനാഴ്ച ഉക്ക് കെട്ടു നോക്കാല. നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങാം. മോളെ നിന്റെ കുരുത്തക്കേട് ഇതിലെന്താവും ശരിയാവും. ശരിയാക്കണം. അമ്മേ. എടാ നീ വരുമ്പോ സോപ്പ് മേടിക്കണേ, മറക്കല്ലേ. സോപ്പ് നിങ്ങളെന്താ തിന്നല? നീ മാറ്റിയിടുമ്പോ അതല്ലേ അലക്കിത്തണ്ടേ. ഓ, ഇളയപ്പനൊന്നും കാളാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓനെന്തെങ്കിലും ആയിക്കോട്ടില്ല, നീ എന്തിനാ അതെല്ലാം നോക്കുന്നത്? ആ ബായി വരാനൊന്നും പോകുന്നില്ല. ഞാൻ പോട്ട്. നീ ഇങ്ങ് കൊണ്ടുവരാ, കുറച്ച് അടുപ്പിച്ച് എടുത്ത്. ഓ, ഈ ചാവിന്റെ പൊട്ട്. കാള വരേണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ, അതോ പ്രാക്കാണോ, അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വിദ്യേ, രണ്ട് കൈയും പോയിന്നാ കേട്ടിന്. ഇനി ഓൻ കുറച്ച് വെള്ളം കുടിക്കും. അതങ്ങനെ വരൂ ചന്ദ്ര. എള്ളിക്കുറിശിയപ്പൻ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനാ. നാടൻ മന്തിനെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം നോക്കിയും കണ്ട് കൊടുക്കും. അല്ല, നീ പോയത് അത് നോക്കാനാ? ഞാൻ ആ കാര്യം പറയാനല്ലേ ഇടന്നത്. അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോയ കാര്യം പറ. എടാ, ഓളെ അച്ഛനും ബന്ധുക്കും നിന്നെ പിടിച്ചില്ല. ഓക്കോ? ഓക്കും. മാറി അതെന്താ മാറി. വിദ്യേ, നീ അത് വിടു വിദ്യേ. നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിയിട്ടെന്ന് കേട്ട് നമ്മക്കത് പോയി നോക്കാ. കിടു കുട്ടിയാന്നാ കേട്ട്. ശരിയല്ലേ? അമ്മച്ചി ചാണം വെള്ളം കൊടുക്കുന്നു. ഗോൾഡ് ഈസ് ഗോൾഡ്. മോള് പല്ലിയൊക്കെ ഇരുന്നിട്ട് രാവിലെ കണ്ണനെ കണ്ടിട്ട് ആവശ്യം ഉണ്ടായിനി. ഓ ആയിക്കോട്ടെ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലൊരു കവറല്ലോ. നാരങ്ങാന്നെ രണ്ടെണ്ണം താ. അതിന്റെ ഏട്ടൻ അവിടെ തന്നെ മേടിച്ചോ. എന്നാമോ ഈ പെണ്ണെങ്ങനെ? കണ്ണാ, കണ്ണാ, നിങ്ങളെന്താ വൈകീന്? കട കുത്തി തുറന്ന് എടുക്കാൻ പറ്റില്ല, തുറക്കണ്ട. 3 മേടിച്ചിരി. വില കുറഞ്ഞാൽ നല്ല ശല്യാന്നടാ. മെല്ലെ എണീക്കറ നീ. നോക്കണേ, ഇനി അലക്കാൻ നിക്കണ്ടാട്ടാ. കണ്ണാ, ഇനി ഇടക്കിടക്ക് എനിക്ക് വരാൻ പറ്റൂലടാ. ഇനി എല്ലാം നീ എന്നെ നോക്കണം. ഞാൻ ഒറ്റക്കാ. എങ്ങനെ രവിയേട്ടാ? നീ കക്കൂസ് പോയിനാ? ഒന്ന് പെട്ടെന്ന് ബാ, പോയിട്ട് വരാം. കണ്ണാ, നീ കളിക്കല്ലേ. എനിക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട്. എനിക്ക് വീട് നേരം പിടിച്ചു വിട്ടറാ. എങ്ങനെയാ രവിയേട്ടാ അമ്മേനെ ഹരിതനെയൊക്കെ വിളിക്കുക? ആ പ്രായ.
ഇതാ പറയുന്ന സമയ സമയത്ത് കല്യാണം കഴിക്കണത്. അന്നേരിതാ എല്ലാം ചെയ്യും. കക്കൂസ് പോകാനും ഷഡ് ഇടാനും ഒന്നിനും ചൊറയില്ല. കല്യാണം കഴിക്കുന്ന ഷഡ് ഇടാനും കക്കൂസി കൂട്ടി പോവാനുവാ. എന്താ സംശയം? എന്റെ ഭാര്യ കിടന്നപ്പോ ഞാനാ നോക്കിനി, ഒരു കുഴപ്പമില്ലായിരുന്നു. ആ കണ്ണാ, നീ വിഷമിക്കണ്ടടാ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയേറിയൊരു കണ്ണാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കടാ. പോട്ടറാ. അല്ല കണ്ണ, അടുത്തുണ്ടാവുമ്പോ നീ കെട്ടുന്നത് മോശല്ലേ? ഇവിടെ ഓക്കെത്ര ആലോചന വന്ന് ലോകത്തില്ലാത്ത ഡിമാൻഡ്. ഭൂലോക രമ്പ്യാന്ന അവളെ വിചാരം. ഓളെ കാര്യത്തിൽ ഇടപെടണമെന്ന് അവള് പറയുന്നു. അങ്ങനെ പറഞ്ഞു. അവിടെ ഞാനൊന്നും പറയാൻ നിൽക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ട് പറ. എനിക്ക് ധൈര്യത്തിനും തുറവ്. പിന്നെന്താ, നാണോ? ചെറിയൊരു നാണം അമ്മേനോട് പറയുമ്പോഴേ. പക്ഷേ നീ കൂടെ ഒന്ന് വാടാ. സീരിയൽ കാണാമല്ലോ. അമ്മേ എന്നാ ഇത് കൊണ്ടേക്കോ, വീണ്ട. കൊല്ലാണ് ഈ ചേട്ടൻ. വേറെ ചേട്ടൻ. എങ്ങനെ അവതരിപ്പിക്കും? അമ്മേ, അമ്മ കുറച്ച് വെള്ളം തരുവാ. ആ മേശപ്പുറത്തിട്ടാ. ഇത് തണുത്ത ഐസ് പോലെ. ഞാൻ വരുന്നേ. ഇത് നല്ല ചൂടുണ്ടല്ലോ. പിന്നെ നിനക്ക് തളച്ചോളാ വേണ്ട. അവിടെ ഇരിക്കേ, ഞാൻ ചൂടാക്കി തരാം. അമ്മേ, എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം. കൈക്കൊന്നും ഇല്ല, തള്ളി ബെർപ്പിക്കണ്ട് പറയുന്നത്. അതല്ല, ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയാലും കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം. പുതിയ വീട് വെക്കാനാ? മണ്ടം ഗുണാപ്പി അതൊന്നും അല്ല. എല്ലാരും പറയാ, കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചൂടേന്ന്. ഞാൻ പറഞ്ഞു, അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന്. അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നീ എന്റെ പ്രാർത്ഥന കേട്ടു. കേട്ടു കേട്ടു. ഞങ്ങയും കേട്ടു. എങ്ങോട്ടാ? സ്കൂളില്ലേ? എന്തല്ലോ എന്തല്ലോ? എന്റെ ശംസു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറായി. നീ എന്താ കളിക്കുന്നത്? സുധാര ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ. അല്ലടാ, നമ്മൾ ഏത് ഭാഗത്തേക്കാ പോകുന്നത്? നമ്മളിന്ന് കുന്നൂരു ആടെ ഒരു ശങ്കരന്റെ മോളുണ്ട്. പേരെല്ലാം പോട്ട്. നീ ഓളെ കണ്ടിനാ? ഞാൻ കണ്ടിട്ടില്ലപ്പാ. കണ്ണനെ ചേരൂലേ? ചേരായിരിക്കും. കണ്ടിട്ടില്ലേ? കാണാനല്ലേ പോകുന്ന. സുധാര, എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട. നല്ല തറവാടുത്തുണ്ടാവണം. പിന്നെ കുറച്ച് കളറ്, നീണ്ട മൂക്കായിരിക്കണം, ഉണ്ട കണ്ണ്, നമ്മളെ നയൻതാരനെ പോലെ. പറ്റിയ കുറച്ച് മുടിയും. കണ്ണാ, ഇതൊക്കെ ഉള്ളൊരു പെണ്ണിന് ഓളതായ സങ്കല്പം ഉണ്ടാവില്ലേ? എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക്? എന്താ മൂടി നമുക്ക് ശരിയാക്കാം. ശംസോ, പേരെന്താണ്? ഇതിവന്റെ സ്വന്തം വീട് തന്നെയാണോ? അല്ല മുറി വാടകയ്ക്കാണ്. കച്ചവടം പുറത്തായിരുന്നു. ഓ ശരിയാ. പിന്നെ ഞാങ്ങെല്ലാം കൂടിയിട്ട് ഓനെ നാട്ടിൽ തന്നെ സെറ്റാക്കി അല്ലടാ. ഇപ്പൊ നടന്നു നടന്ന് നമ്മള് പറച്ചോന്റെ അടുത്തെത്തല്ലോ. ഇനിയും കേരള എങ്ങോട്ടാ സുധാകര? ഇല്ലപ്പാ, എത്രനായി കുറച്ചുകൂടി ഇല്ലു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ മതി മതി മതി. എനിക്കിനി കഴിയാ. എന്തിനാണ് കിടക്കുന്നത്? നമ്മളെ ചെറുപ്പല്ലൊന്നുമില്ലല്ലോ. എടാ കണ്ണാ, വീഴ്ത്ത പെണ്ണിനെ കെട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലാം കോലോ. അമ്മ ആരി കേട്ടല്ലേ കേറും കിഞ്ഞ് കളിക്കുന്നേ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, വീഴ്ത്ത പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും.
കറക്റ്റ് ഇങ്ങനെ കേറി ഇറങ്ങി പോവല്ലേ. ഓളെ അച്ഛന്റെ വീടിന് തെളിച്ചില്ലടാ വിദ്യ. പിന്നെ മോനോടെ സ്ഥിരാമത്തിന് വരുന്നല്ലേ അല്ല വിദ്യ? മീറ്റിംഗ് എന്താ ചോദിച്ച വേറെ പറഞ്ഞാ മതിയേ. കശുവണ്ടി നോക്കാൻ വന്നു പറഞ്ഞു. അണ്ടി വേണ്ട, എന്താ മതി കുരുമുളക് പറഞ്ഞു. ചന്ദ്രൻ പെണ്ണ് കാണാൻ പോയ കാര്യം പറയണ്ടേ? എന്താ വിദ്യാധര സുഖല്ലേ? ഓ എവിടാ പോയത്? നമ്മ കുരുമുളക് നോക്കാൻ പോയതാ. എന്തേ സുധാര നീ ഉണ്ടോടെ? നന്നായി. നല്ല തോട്ടാന്നേട്ടാ. ശരിയാ. അത് നമ്മ പറയാം. ഷംസു സുധാര ഇവിടെ എത്തിയ എവിടെ പോയാലുണ്ടല്ലോ ഈ കുരുപ്പുകള് പുട്ടിലിട്ട് തേങ്ങമാതിരി. കണ്ണാട്ടാ നമുക്ക് എങ്ങനെങ്കിലും ഇവരെ കാട്ടി മുമ്പിൽ അക്കരത്തണം. അങ്ങനെ അക്കരത്തേൽ എന്തായാലും പെണ്ണുറപ്പാ. അനങ്ങി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് എന്തായാലും ആക്കാം. ഗോപിയെ വരുന്നുണ്ടായിട്ടിങ്ങ. എന്താ ആ സുധാര വിദ്യേ കേറിന്നോ. സുധേട്ടാ ഇതേ കണ്ടാ ആ ഇതല്ല നമുക്കേ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് വരാട്ടാ. ആ അത് ശരിയാവല്ലോ സുധാര. ഞങ്ങൾക്കും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് അല്ലേ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടപ്പാ അല്ലേ? അതെയാ, എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്കാം. പിന്നെ അല്ല നമുക്കിട്ടുണ്ടാക്കുന്നു. അല്ല വിദ്യ ഇയാളെന്താ വേക്കോട്ടാതോ ഇന്ന് അത് എത്തുന്നില്ല. ഹലോ, എപ്പോ ഓനെ ഉറപ്പുണ്ടോ? അത് ശരി. പിന്നെ നമ്മളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ ഫോൺ വെച്ചോ. ഓന്റെ കാര്യം തീരുമാനാക്കാം. നിങ്ങൾ കണ്ട സുധാര കണ്ണാ നീലടപെടരുത്. ഇവപ്പ ചെയ്ത പണി നീ പെട്ടക്കല സുധാര, നമുക്ക് പരിഹരിക്കാന്ന്. ബാലേട്ടാ, ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടത്. ഈ നായിനെ അല്ലേ? ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായിനെ തല്ലമാരി തല്ലാൻ സമ്മതിക്കല്ലോ സുധാര. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അക്കരത്തെ അവനെ കൊല്ലും. ഈ നായിനെ സുധേട്ടാ ഇങ്ങോട്ട് വന്നേ. തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ. ആടെ പോയി എന്താ അച്ഛ തീരുമാനിക്കേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നെ കൊണ്ടാവില്ല ഇതൊന്നും കണ്ടുക്കാൻ. വിദ്യമോനെ നിന്റെ നല്ല മനസ്സ്, പക്ഷെ ഈ നായിനെ സുധേട്ടാ നിങ്ങൾ പോയിക്കേ. ഇതാണ് ശരിവാ. അല്ല വിദ്യ നമ്മെല്ലാം ചന്ദ്രാ നീ ഇടപെടരുത്. ഇവര് ഞാൻ അവിടെ പോയി കൊല്ലും. കണവാ കണാ ചെക്കനെ നോക്കണേ. കേറി 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 മാറി നിക്കടാ. ഇറങ്ങി അവിടെ പോയി നമ്മയല്ലേ പോണ്ട്. കണ്ണ 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 തോണി വേം വിടണേ. എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഭ്രാന്ത്. എന്താ ഡാനിച്ച ഇനി എന്തിനാ ചെക്കനെ വെറുതെ അച്ഛന്? ഓന്റെ ബായി നിന്നാ ചോരെല്ലാം വരുന്നു. ചോരല്ലേ? ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ. ഇനി ആരാ ഫോണിൽ വിളിച്ചേ? വിളിച്ചതില്ല ചെങ്കണ്ട തുക്കുമാരാ. ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത്. അന്നേരം കോള വന്നിട്ടില്ലെങ്കിൽ ഒരു തോണി കയറും അക്കരത്തെയും ചെയ്യും. ഇപ്പൊ നമ്മ കേറിയില്ലേ? ഏത് അപ്പൊ വെറുതെ വെച്ചാന്നല്ലേ? ഞാൻ വിചാരിച്ചു ശ്രീയേച്ചിയുടെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചോണ്ടായിരിക്കുന്നു. അതിനുള്ളതല്ലേ പിന്നെ തരുന്നുണ്ട്. ഇതിപ്പോ കണ്ണന്റെ കല്യാണത്തിന് കേട്ടാ. കണ്ണാന്റെ കല്യാണത്തിനല്ലേതാ? അതിന് ഒരടിയല്ല, ഞാൻ 9 അടി ആ അതാണ്. അതാ ആ കാണാണോ? ആ അന്നെ വീട് അങ്ങോട്ട് അടുപ്പിച്ചോ. ആ വെള്ളം കയറിയ പാഞ്ഞ് മുകളിൽ കയറിയിക്കാം. അവനെ പിടിച്ചോ. ഞാൻ വെള്ളത്തിലേക്കും വീഴണ്ട. ആ നോക്കിയാ ബാക്കോലല്ല, ഫ്രണ്ടില് ഭയങ്കര ദാരിദ്ര്യം. ദാരിദ്ര്യാണ്. ഏതാ ദരിദ്രവാസി? രാമരേട്ടാ. ആ എന്തല്ല ഓമനെ ഇതാരല്ലോ വന്നിട്ട് പിരിവാറാണെന്ന് തോന്നുന്നു. പിരിവൊന്നല്ലപ്പാ, വേറൊരു കാര്യത്തിനാന്ന്. ഓമനേട്ടേ ഇതാണ് പെണ്ണ്. അല്ലപ്പോ ഇതാര് സുധാകരനാ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം അറിയാം. നമ്മളെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ? വാ കേറ്, ഉള്ളിലിരിക്കാല. രാമോട്ട നമ്മളെ മനസ്സിലായില്ല. രാമോട്ടാ നിങ്ങക്ക് മനസ്സിലായവനാ? അക്കരയിലത്തെ ഇരിഞ്ഞിട്ട് ശ്രീജനെ കഴിച്ചിട്ടേ ഓനാ. ചന്ദ്ര ഓറ് നമ്മളെ പറ്റിച്ചാന്ന് തോന്നല്ലോ. വിദ്യേ ഐറ്റിങ്ങ മനഃപൂർവ്വം തോണി അക്കരയൊന്നും വിടാത്തായിരിക്കും കേട്ടോ. അമ്മ വെറുതെ ഇടിരുന്ന് വെയില് കൊള്ളണ. നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്. ഇത് നടന്നു കൂട്ടിയാ മതി കേട്ടോ. നിങ്ങൾ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഇത്രയും സമയം പെണ്ണ് കിടിയുണ്ടായി. ഇപ്പൊ അന്ന് അങ്ങോട്ട് ഇറങ്ങി. ഷാനന്റെ വീട്ടിൽ ചുരിദാർ ഷേപ്പാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ കേറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങല്ല നിങ്ങ കേറിയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വാ.
നിങ്ങൾ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ. അപ്പളേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ വരും. ഈ ഉച്ചക്ക കുടിക്കാൻ കൊടുക്കല് ചോറ് കൊടുത്താ മതി. അതിന് ഇന്നലത്തെ ഉണക്ക് വറവേലില്ലു. അതിന് ഞാൻ നാക്കണ്ട്. ആ നീ എന്തെങ്കിലും ആക്ക, ഞാൻ അവളെ കൂട്ടിട്ട് വരാം. ഞാൻ പോന്നു. നിങ്ങളാരും വരുന്ന എന്നാ ഞാനുണ്ട്. നമുക്ക് ഇനി വേറെ എവിടെയും പോയിട്ട് വെയിലുള്ള വാ വലട്ടാ. ഓൻ എത്ര നേരം വേണമെങ്കിലും വെയിലുള്ളാലോ. ഓന്റെ കയ്യിൽ കൊടണ്ടല്ലോ. ഇതായിരിക്കും എന്റെ കണ്ണാ ഓളിപ്പോ വരും, അപ്പം കാണാലോ. നിക്കോ മിനിറ്റി, ഞാനും വരാം. കോയിനെ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട്. പടാ അണ്ണാ അതല്ലേ അല്ല ഭാസ്കര, നമ്മ കണ്ണന്റെ കല്യാണ നിശ്ചയത്തിന് കുറെ ആള് വിളിക്കുന്നുണ്ടാ. ഇനി ഇന്നെ പുല്ലേരിയാലൊന്നും കിട്ടൂല അല്ലേ? അതെന്താ കുഞ്ഞമ്പോട്ടെ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്? അല്ല, ആരോ പറഞ്ഞു കേട്ടിനി നിന്റെ പറയാത്ത വഴിഞ്ഞാ ഇറക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് പറ്റിട്ടില്ലെങ്കിൽ അതിനപ്പം തന്നെ കൊണ്ടുപോയിട്ട് അറക്കല. അല്ലപ്പാ, ഞാനൊരു പയ്യന്റെ കാര്യല്ലേ ഭാസ്കര പറഞ്ഞീ. എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയല്ലേ കുഞ്ഞമ്പോട്ടെ. അമ്മിണി എനിക്ക് എന്റെ മോളെ പോലെ. ഞാൻ വേണ്ട. അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല, ആല മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല്, ബൈക്കാണെങ്കിൽ അതുമില്ല. വിദ്യ, നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ. എനിക്ക് മനസ്സിനൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അല്ലടാ? പിന്നല്ലാണ്ട്. നീ ആയിരിക്കും വന്നേ പ്രശ്നേട്ടി. നീ പോയിട്ട് വാടാ. പറഞ്ഞല്ല, അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചോട്ടാ. കാവിന്റെ ഇതിൽ കൂടെ പോലെ ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. എന്തെല്ലാന്ന് നന്നായിട്ട് പോകുന്നല്ലോ അല്ലേ? എന്തായി വിദ്യ, നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. കേരളത്ത് മാറ്റി നിങ്ങൾ കേട്ടിരുന്നോ? പറയട്ടാ. കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ,
ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ. പ്രായമുള്ളവരല്ലേ എണീച്ചെടുത്ത്. ആ വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്ന് എന്തിനാ എണീച്ചു നീ? പ്രായമായ അമ്മയിലടാ. ഈ എന്തെന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും ഇല്ല പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതും കുറച്ച് വെള്ളം തന്നെ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നാളെ ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ ഇവിടെ പ്രശ്നമായിട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഇതെല്ലാം വെക്കണം. എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല നിങ്ങ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി ഓക്കെ. പക്ഷേ കുറച്ച് വെള്ളം 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 ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത്. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോലെ ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചുതരാം. ഒരു ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. കണ്ണേട്ടാ നിങ്ങളെ പന്നി ഫാമിലി മ്യൂസിഷ്യമായിട്ട് ഡിങ്കോൾഫിയാന്നില്ല ന്യൂസ് കേട്ടല്ലേ? ഇവർക്ക് അതെല്ലാം അറിയാ. പടപട അതെ ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക് ഒരു ചെറിയ കണ്ണാട്ടാ ഇതൊന്നും നോക്കിയട്ടെ. നോക്കിയാലേ എടാ നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാണോ പറഞ്ഞത്? പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയണ പോലെ നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട. ഇപ്പെങ്കിലും കാര്യം മനസ്സിലായിരുന്നു നന്നായി. ഓമനെ ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നിരങ്ങും. നിങ്ങൾ വന്നേതാമോട്ടാ. ഒറ്റ കാരണത്തള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല. പഞ്ഞളിഞ്ഞ് ഓനെ കൈ കിട്ടി കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ള കുഞ്ഞായി. നീ എല്ലാ വീഡിയോ പിടിച്ചേ അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഏനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് എന്റെ മുന്ന് തോണ്ടുന്ന തള്ളയാ. കണ്ടാ നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേജിലേക്ക് ഉന്തി വിട്ടത്. ഓന് പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കിന്? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാണോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട ഓനെ തല്ലനെ കൊല്ലാൻ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ? പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര?
ഞങ്ങല്ല ഇടുള്ളവരാന്നേ എന്ത് കാര്യം അറിയാനോടോ ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ട് തന്നെ ഇടക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന് നിങ്ങൾ ചൊറപ്പിച്ച കല്യാണം മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ ഓണോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ അത് ഞാൻ കാണിച്ചു എന്റെ മെമ്മറി കാർഡ് ചന്ദ്ര നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ 1 മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട ഞങ്ങൾക്ക് 1 മാസം തയ്ച്ചു വേണ്ട ഈ വരുന്ന 20 ദിവസത്തിനുള്ളിൽ വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീ ഒക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ പറയുന്ന മുഴുവൻ കേട്ട് വായിത്താളെ ഇറക്കണ 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിക്കേന്ദ്ര ഓൻ പറയട്ടെ എന്തരാ നാക്കിറങ്ങിപ്പോയാ നീ കേട്ടില്ലേ 14 ദിവസം അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ, ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളുക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടൊക്കെ പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കളയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി അറിയിക്കോ നമ്മെ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ ഓടാ. ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? നല്ലോണം പറ്റീന സാരില്ല. നീക്ക് മാത്രം ഇടുന്ന അത്രക്കാരൻ പെണ്ണ് എപ്പ നോക്കിയാലും ഫോണ്. സുധാര ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വരുന്ന മൊത്തം ഒരു മുടക്കുക. അതിനെന്താ അവർക്ക് ശരി അത് നമ്മയും മുടക്കുന്നില്ലേ? അല്ല നമുക്കൊരു 2ാം കെട്ടുകാരായിട്ടും നോക്കിയാലോ? നല്ല ഐഡിയ അല്ലേ? 2ാം കെട്ടോ കുറെ നോക്കിയടോ. അവസാനം കയറി 8 വിടും 2ാം കെട്ടാ. സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വഴിയെ നടക്കൂ സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ വെറുതെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് തരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിനു കണ്ണാ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനെ നടക്കുവോ? ആ കണ്ണാ എനക്കെന്ന് കൊടി ബസ്സില് ഞാൻ എത്രത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ ഒപ്പം ബസ്സിൽ വാ. കണ്ണാ തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മേടിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നായിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് ദേവേട്ടാ നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരുത്തി 1 ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചു ഉണ്ടക്കണ്ണു വെളുത്ത മനസ്സ് കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടുക്കിട്ടാ നടക്കുവോ? കണ്ണാട്ടാ ഐ ലവ് യു നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും നോക്കണം. കുറച്ച് കൊണ്ടുവന്നേ മാറി ഇക്കടാ പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല ഇങ്ങോട്ടേക്ക്.
ഷംസു, എന്നാൽ ഈ ബുദ്ധി നമുക്ക് എന്താ ഇത്ര വൈകി തോന്നിയത്? ബസ്സിൽ എത്രക്കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഇങ്ങനെ? ഒന്നിനൊന്ന് മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ, തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന് ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി. സൂപ്പർ അല്ല കണ്ണ. ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ കുറച്ചിലേ കഥ കുറച്ചില്. എന്ത് കഥ നിങ്ങൾ പറയുന്നേ? തുണ്ടുകഥ പോടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല ഓളെ ഞാൻ കണ്ടിട്ടാണ്. ഒരു മൂപ്പരാടുന്ന ബാക്ക് വന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പഴയ ഗളവി ഇറങ്ങിയിട്ടേ ഇറങ്ങിപ്പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ ഒപ്പിച്ച് എപ്പോഴാ പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്, കണക്കട 811 811 87 47 47 355. എന്ത് പറ്റി? പൈസ ഇടുന്ന ഒറ്റാട്ടിയോ സുധാര? മറ്റേ സംഭവം എന്റെ കണ്ണ, പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ? മിണ്ടറ. മറ്റേ കേസാ? ആ മറ്റേ കേസാ കണ്ണ. എടാ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയതണ്ട മൂക്ക് അങ്ങോട്ട് വെട്ടിക്കും, വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്. പറ. ശൈല എന്തല്ല ഒന്ന് കാണാൻ വന്നാ? കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോയ്ക്ക്. നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാകും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാകുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കാനാ നിങ്ങൾ രാവിലെ തന്നെ വന്ന് ബ്ലോക്ക് ഇട്ടിനി? ശരി, ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യാ? എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്നാ നിങ്ങളെ വിചാരം? 35. നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്റെ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതേന എണ്ണായി പോയി. മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളിടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷെർലി, കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ ഈ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ കണ്ണ ഓക്കല്ലേ? ഇതാ രവിക്കുള്ള കോഴി. ഇനി 5 ദിവസമില്ലേ, അടുത്തത് നോക്കിയാ പോരെ? മോളെ നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കൂടെ? നമ്മുടെ പാർട്ടിക്ക് ഇത്ര സ്വാധീനമില്ലാതെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പാർട്ടിക്കല്ല, എനിക്ക് സ്വാധീനം എന്ന് പറ. എനിക്ക് എനക്കാ സുധാര എനിക്കാ കണ്ണ. ആ വേണ്ടാണ്ട് വെല്ലുവിളിക്കും ചെയ്തിട്ട് മനുഷ്യനെ മേനക്കെടുത്ത. അപ്പോ തോക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ? വേറെ വഴിയില്ലല്ലോ അമ്മേ. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കാം, എന്നിട്ട് ഉത്സവം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം.
അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടിയെല്ലാം നിർത്തിയാ? അതിന് ഇവര് പെണ്ണിട്ടണ്ടേ? നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ? എന്നിട്ട് നമ്മൾ 3-4 പേര് പോവാ. ആ കുരിപ്പിന് ആ തോക്കങ്ങാണ്ട് കൊടുത്തേക്കാം. ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. സുധാര ലേശ ഒളിപ്പുണ്ടാ എനിക്ക്. എന്നാ സുധാര, നീ ആ ബാലനെ ചന്ദ്രനെ ആരെന്ന് വെച്ചാൽ വിളിക്കും. നമുക്ക് നാളെ തന്നെ തോക്ക് കൊടുക്കാം. ബെറ്റ് തീരാൻ എന്തായാലും 5 ദിവസം കൂടെ ഉണ്ടല്ലോ. എനക്കും മടുത്തു. കണ്ണ മിണ്ടേ മിണ്ടേ മിണ്ടേ. ധനേഷ്. ഹലോ. ഞാനോ? എടോ സുധാര. ഹലോ ചന്ദ്ര, ഞാനാ പ്രഭാകരൻ. ഓ, നമ്മൾ തമ്മില് എന്തിനാടാ ഒരു വെറുപ്പും ഇതൊക്കെ? ഇനിയിപ്പോ തോക്ക് കൈമാറാൻ 5 ദിവസം ഇല്ലതാനും. ഓ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്നേക്ക് 5-ാം ദിവസം തോക്ക് ഇങ്ങന്നേക്കണം. അത് എന്താ പറ്റിയെന്നറിയോ? നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട്. ഓ, നമ്മളെല്ലാരും നാളെ രാവിലെ പോകും. അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം. ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിക്കണ്ടപ്പാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ബാലേട്ടനോടൊന്ന് ചോദിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിക്കണ്ട. നമ്മളൊരു 2-3 ആൾക്കാർ വരാം. നിങ്ങളും 2-3 ആൾക്കാർ വാ. എങ്ങനെയുണ്ട് ഐഡിയ? വർക്കായില്ലേ? എന്തായാലും ചോറി നമുക്ക് വേഗം കൊടുത്തിട്ട് പോവാ. സുധാര, എല്ലാ നായ്ക്കളും ഉണ്ട്. ഞാനല്ലേ പോയി നാളെ. ഏതായാലും നനഞ്ഞ ഇനി കുളിച്ചു കയറാം. സുധാര, ഞാൻ കുളിച്ചിട്ടാ വന്ന്. ചെലക്കാണ്ട് പാടാ. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വാ. എന്തായി സുധാര, നിങ്ങളെ പെണ്ണ് കാണല്ലോ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ നടക്കുവാ? ബെറ്റ് തീരാൻ ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 5-6 കൂടി പോയി പേടിപ്പിക്കടാ. അതിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. നീ വിദേശത്തോ മറ്റോ? തോറ്റിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ കാലായില്ലേ ഞങ്ങ വെടിവെക്കുന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര? എടുത്തു കലയക്കാരാ. തോക്ക് എടുത്ത് തരുമോ? വല്ല കാര്യം ഉണ്ടായി? ഒരു കാര്യമില്ലായിരുന്നു. വിദ്യേ മേടിച്ചോ? ഞാൻ അല്ല ഇവനാ. മേടിക്ക് വിദ്യ അങ്ങോട്ട് അങ്ങോട്ട്. എന്നോട് ചോദിക്കാൻ ആരാണ് നിന്നോട് തോക്ക് കൊടുക്കാൻ പറഞ്ഞത്? സുധാകര, അടവറക്കല്ലേ? അടവ? എന്തടവ്? ഇനി 4 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ കല്യാണാക്കാൻ ഞങ്ങളുടെ പറ്റ്. മിണ്ടടാ നീ. ശരി, സമ്മതിച്ചു. കണ്ണന് പെണ്ണായി തെളിവ്? ഒരു തെളിവും തരുന്നില്ല. ഏതായാലും ഇത്രയ്ക്കായില്ലേ? ഇനി ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ. കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത്. നിങ്ങളോട് 2 വരാനല്ലേ പറഞ്ഞപ്പോ തരൂല. സുധാര, ആ സുധാകരൻ തന്നെ എന്തേ? ഇനി 4 ദിവസം. കാണാം. ഇങ്ങോട്ടാ കളി. നമ്മളോട് വേറെ തോക്കില്ലല്ലോ. ലാൽസലാം ഗോപാലേട്ടാ, ഞാനാ RC. പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എത്രയും പെട്ടെന്ന് സഖാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക. ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണനുമായി പുറപ്പെടുക. ലാൽസലാം. അപ്പൊ എങ്ങനെയാ സുധാര പരിപാടികള്? അല്ല, വൈകുന്നേരത്തിന് പോകാനുള്ള പരിപാടി നോക്കാം. എന്നാ അതാ നല്ലേ. വൈകുന്നേരം വിട്ടോ.
എന്താ കണ്ണ ഓക്കെ അല്ലേ? സഖാവ് ഇന്ന് തന്നെ പോണോ? നമുക്ക് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോയാ പോരെ? എന്തിനി? സഖാവ് ആർസി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇതിൽ കൂടുതൽ എന്തോറപ്പാ പാർട്ടി നിനക്ക് തരേണ്ടത്? സഖാവ് ഇങ്ങക്ക് ഇടയിരുന്ന് കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. ഓക്കെ വല്ല ചട്ടോ മുടന്നോ കോങ്കണ്ണോ ഉണ്ടെങ്കിലോ? എന്റെ ജീവിതം വെച്ചിട്ടുള്ള കളിയാ. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പമുണ്ട്. അത് ശരി. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചന്നെ അല്ലേ? ആ അല്ലടോ, നീയും കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പെറ്റുവെച്ചൊക്കെ? എന്നിട്ട് ഞാനൊന്നുമില്ല, ഇവനാ വെല്ലുവിളിച്ചത്. നീ എന്നെ അന്നേരം നീ മിണ്ടിയോ? അതും അന്നേരം നിന്റെ സങ്കല്പമൊക്കെ നീ മറന്നുപോയോ? ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർസിനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴി കണ്ടുപിടിക്കുമ്പോ നീ ബേക്കെന്ന് പാരം വലിക്ക? കണ്ണ, പാർട്ടി നിന്നോട് നേരാമണ്ണ ഒരു കാര്യം പറഞ്ഞേക്കാം. പാർട്ടി കാണിച്ചു തരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊള്ളണം. ഇല്ലാച്ച എന്താ ഉണ്ടാവുന്ന നിനക്കറിയാലോ. ഞാനില്ല. ഇല്ല. ആ എന്താ കണ്ണ? എടോ എന്തിനൊരു മറുവശല്ലേ? ഇനിയിപ്പോ കാണാൻ നല്ല പാങ്ങുണ്ടെങ്കിലോ? കൂർഗിലെ പെണ്ണുകൾ എന്ന് പറഞ്ഞാലേ നല്ല ആപ്പിള് പോലെ ഹിമാലയൻ ആപ്പിൾ. കേറ്. അതന്നെ. ശരി കേറ്. ആ കേറ്. ഇത് കൊള്ളാലോ, സെറ്റപ്പ് ആയല്ലോ അല്ലേ? ഞാൻ കാരണം നാലിട്ട ആളാ. ഇപ്പൊ വലിയ നിലയിലാ, കണ്ടല്ലേ? ആ നാളെ കൂടി ശരി. ഡൽഹി നിലയില വെട്ടിക്കട. മോനെ കണ്ണ, ഷംസു, രവി, നമസ്കാരം. ശ്രീജ, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റുള്ള കടയാണ്. സുധാരണ നിൽക്ക്, ഒരു പോയി കഴിക്കട്ടെ. സുഖല്ലേ സഖാവേ? ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ്. ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒളിവിൽ പോയത്. എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി, നിന്റെ ഓൾക്ക് സഹകരണ ബാങ്കിൽ പണി. എന്നിട്ട് എന്നോട് സുഖമാണോന്നല്ലേ? അല്ല സഖാവേ, സഖാവെന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ആവേശാണ്. ഹോസ്റ്റല്ലേ ഹോസ്റ്റല്ലേ? സഖാവ് ആർസി വിളിച്ചെത്ര മുദ്രാവാക്യെന്നു കടമ്പേരി ആരും വിളിച്ചിട്ട. നീ കത്തി വെച്ചോ കോഴിക്കിട്ടോ? ഇപ്പൊ പാർട്ടിക്കൊരു ആവശ്യം വന്നപ്പോ ഈ ആർസി തന്നെ വേണ്ടി വന്നില്ലേ? സഖാവ് പറ്റുവാണെങ്കിൽ ആ പെൺകുട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതിനെന്താ കണ്ണ? നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്കോളെ കണ്ടോണ്ടിരിക്കാലോ. കല്യാണോ? ആ രാവിലെ 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണമല്ലേ? ഞാൻ കല്യാണത്തിനൊന്നുമില്ല. അമ്മയോട് ചോദിക്കണ്ടേ? നാരായണേട്ടിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. വെറ്റ് തീരാഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ രാവിലെ കല്യാണം. ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ കണ്ണ, നീ വാ. വാ 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 വാ. പാട്ട് കഴിഞ്ഞിട്ടുള്ളടാ എനിക്ക് എന്ത്. ഇല്ല, റെഡി ആയിട്ടു. ജനറൽ ബർത്ത് ആയിട്ടാ. നമ്മളെ സ്ഥലത്തി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ 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 ഇറങ്ങ. ശ്രീജയ നമ്മുടെ സ്ഥലം ഇറങ്ങ ഇറങ്ങ. നീ ആർസി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടി വേഗം വരുന്നോടി. ഹലോ, ആർസി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. വരൂ. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. കൊള്ളാല കാര്യം പിന്നെ പറഞ്ഞ. ഒരു കാര്യം ചോദിക്കാം. എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റുമോ? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണ, നീ ഭാഗ്യവാനാണ്. ഈടെ എങ്ങും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല. പിന്നെന്തോ കിട പറിച്ചതിനെ കിട്ടാത്ത.
ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ വാ. പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ടാ. പറ്റുവാണോ അവളെ പേരെങ്ങളൊന്ന് പറയോ? യമുന. ഇത് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു. മറക്കൂല. മറക്കരുത്. പിന്നെ നീ പെണ്ണിനെ നല്ലോണം നോക്കണം കേട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കണ്ട കുടുംബസ്നേഹി. ഒന്ന് വിളിക്ക. യമുന മോളെ വാ. കണ്ട വിളിച്ച അപ്പ വരും. ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി. ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാർട്ടി വക്കീലാന്നാ? അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽസലാം നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറെ ഒന്നല്ല. പേടിക്കണ്ട. അങ്ങനെ തന്നെ വണ്ടി കയറി കുപ്പിതാ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? നമ്മുടെ നാടെത്തി, നമ്മളെ വീടെത്തി. കണ്ണ എണീക്ക് വാ, വീടെത്തി. എന്തുറക്കാത് വാ. ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ. അല്ല സീജേ? അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല്. അല്ല കണ്ണ, ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പ്, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കണം. മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല ചമ്മിപ്പോയി. കുടിക്ക്. സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടേരി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വീട്ടിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റൂ. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരല്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മെയിലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകള്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതല്ലേ നല്ല സമയം.
ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ ഞങ്ങളത് നോക്കട്ടെ. ശരി. പ്രഭാകര 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്യാത്ത കാര്യത്തിന് നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI ഓരുടെ പാർട്ടിക്കാരനാന്ന്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇന്ന് പോ പ്രകാര. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. അയ്യോ കണ്ണ വേറൊരു കാര്യമുണ്ട്. ഓള് വീട്ടിൽ കത്തിരിക്കും. പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ? ഓ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ കാലക്കണം. ചെല്ലി ചെല്ലി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീൽ ചെയ്യണം. ആർട്ടിന്റെ റിസർവ് ബാങ്ക്. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. ഇനി കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന യമുന എനിക്ക് ബാ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ. ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമായ. ರೀ ನೀವು ಬಂದ್ರ ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ. ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ. ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. അമ്മേ അമ്മേ ഇവളെന്തല്ലേ പറയുന്നേ? ആ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത് എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല? കന്നഡയാന്ന്. ಹೌದು ಹೌದು. വിദ്യേ ഓള് നല്ല പാങ്ങാന്നാ കേട്ടിനി. നീ കണ്ടിനാ? നീ കണ്ടിനാന്ന്? ഞാൻ കണ്ടിട്ടാ. മഹേഷ് കണ്ടിനി. മഹേഷ? ആ നമ്മ മഹേഷ്. ഞാൻ ഈ പീടികയെല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്ന് ആലോചിക്കുക. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം നാറി. ഒന്ന് അടങ്ങന്റെ വിദ്യ. ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും. നീ നോയിക്കോ. നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി. അല്ലെന്തരാ പാണത്തൂരോ മറ്റോ ഏതോ ഉസ്താദ് ഉണ്ടെന്ന് കിട്ടും. വല്ല മന്ത്രവാദോ ആവാഹനോ അങ്ങനെ ഇതിൽ നോക്കണ. ഏയ് ഈനുള്ള മരുന്നല്ല വേറെ ഉണ്ട്. നീ വേജാറാവണ്ടക്ക്. നമുക്കെല്ലാം ശരിയാക്കാം. ಸೂರ್ಯೋದಯದ ನಂತರ ಇದ್ರೆ ಕುಟುಂಬಕ್ಕೆ ಹಾಳು ಅಂತ ಅಮ್ಮ ಹೇಳುತ್ತಿದ್ರು. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಅಪ್ಪ ತೀರಿಕೊಂಡ್ರು. ಆಮೇಲೆ ಅಮ್ಮ ಕೂಡ ತೀರಿಕೊಂಡ್ರು. ನಂತರ ನನ್ನನ್ನು ಮತ್ತೆ ನನ್ನ ತಂಗಿಯರನ್ನು ಬೆಳೆಸಿತು ನನ್ನ ಮಾವ. ಇಲ್ಲಿರುವ ರಾಮಚಂದ್ರ ಅಣ್ಣ ಮತ್ತೆ ನನ್ನ ಮಾವ ಒಳ್ಳೆಯ ಗೆಳೆಯರು. നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടാ. ഓൻ ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ടോളെ. നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടത്. ഇതൊരു നാട്ടുപറയല്ലോളെ. അപ്പുറവും ഇപ്പുറവും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണ. ആ കുടുംബശ്രീ രമണിയാറ്റം അറിഞ്ഞാലുണ്ടല്ല അങ്ങനെ എടുത്തിട്ട് വാട്സാപ്പിലിടും. ಅಮ್ಮ ನೀವೇನು ಹೇಳುತ್ತಿದ್ರಿ ಅದು ನನಗಂತೂ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ. ಏನ ಹೇಳಿದ್ರು ನನಗೆ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ತುಂಬಾ ಇಷ್ಟ. ನನ್ನ ಭಾಗ್ಯ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಿಕ್ಕಿತ್ತು. അത് സാരല്ലേ. ഇത് ആദ്യത്തെ ദിവസമായിട്ടല്ലേ. ഇവിടുത്തെ മൂത്ത പെണ്ണല്ലേ നീ.
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. എല്ലാരെയും കൊണ്ട് നമ്മ നല്ലതേ പറയിക്കാം. അമ്മേ നിങ്ങ എന്ത് നീ കാട് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക്. ഏത് ഭാഷയില്? മലയാളത്തിലാ? ഹരിതേ ഹരിതേ ഒരു തോർത്തിങ്ങോട്ട് കൊണ്ടുവാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഇനി എല്ലാം ഏട്ടീനോട് പറഞ്ഞാൽ മതി. ഏട്ടി അത് ഏട്ടൻ വിളിക്കുന്ന. ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಪುನೀತರವರ ಹಾಗಿದ್ದೀರಾ? ശരി. കണ്ണാ കണ്ണോ സുധാര ഇന്ന് രാവിലെ തന്നെ എന്തിനാ കണ്ണാ സഖാവിന്റെ വീട്ടത്ത് അമ്മേ അമ്മേ എന്താ ഇതെന്താ തോന്നിയ സൈ കാണിച്ച് വെച്ചിരിക്കും നിങ്ങള്? എന്നോട് എന്തിനു പറയുന്നത്? നിന്റെ അവളോട് ചോദിക്ക്. എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് കണ്ട് ചത്തുപോയനെ. ഇപ്പൊ ഇതാണ് ನಾನು ಚಾಯ್ ತಗೊಂಡು ಬರ್ತೀನಿ. ചന്ദന എന്താ ഇതിന്റെ അർത്ഥം? എന്നാലും എന്റെ സുധാര കഴിച്ചിട്ടായില്ലോ. ഇതെന്ത് കഥ? ഈ ഭാഷന്റെ ഒരു പ്രശ്നമാണ്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിക്കോളൂ. എത്ര പറഞ്ഞു കൊടുത്തു? ഇനി ഏത് ഭാഷയിൽ പറയണ്ട്? അതന്നെ. എടാ പൊട്ട, ഓക്ക് മലയാളം തീരെ അറിഞ്ഞുവിടറോ? തീരെ തീരെ. ಚಾಯ್ ತಗೊಳ್ಳಿ. കുടിക്കുക. യമുന ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്രയല്ലൂ ഭാഷ എന്നൊരു പ്രശ്നമല്ല കണ്ണാ. നീ ഓളി കൊണ്ടത് പുറത്തേക്ക് ഇറങ്ങ്. എടാ ഇപ്പൊ നാട്ടിലെ പാർട്ടിന്റെ വില എന്തെന്ന് നിനക്കറിയാം. പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് നീ ഓളി കൊണ്ട് പുറത്തിറങ്ങടാ. കാൺട്രി നാട്ടുകാര് പാർട്ടി നിനക്ക് സെറ്റാക്കി പെണ്ണിനെ എന്തേ വാന്ന് ഈ കാണുന്നില്ലാണ് നമ്മളെ രാജ്യം. വിദ്യ ഒരു 500 പേർ നോട്ടാ വൈകുന്നേരം ഇന്ന് കുറിയാന്ന്. ആരാത്? കണ്ണാ ജോറായിട്ടുണ്ടല്ലോ. എവിടെയാ പോകുന്ന എല്ലാരും? ഇങ്ങോട്ട് ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാ പോലെ യമുന. ഞങ്ങള് രണ്ടാളെ പണ്ടുണ്ടല്ലോ. പണ്ടത്തെ കാര്യം പറയണ്ട. ഞങ്ങളെ നാടെല്ലാം ഇഷ്ടായ? ഇഷ്ടായി. ഇനിയൊരു കാര്യം ചെയ്യും, 2 കിലോ കോഴി എടുത്തോണ്ട് എന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ഓക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇവിടുത്തെ ലോക്കൽ ബിരിയാണി നിങ്ങള് കൂർഗ് ബിരിയാണി. ഞാൻ അടുത്തേക്കാം. ഞാൻ ഒന്നൊന്ന് ചോറിഞ്ഞിട്ട് വരാം. അക്കടെ നല്ല ഫാമിലീസിന് പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ? കുറച്ച് കാണിക്കുവാ. ഇടിണ്ട്, ഇങ്ങോട്ട് വാ. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചെടുത്തോ. നമുക്കെടുക്കാം. ഇതെടുന്ന പുതിയ ചെക്കനും പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും. ഓനുണ്ട് ഇവിടെ? ഓനകത്തെടിയോ ഉണ്ട്. ഒന്നേ മോപ്പിച്ചോ. ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടി വിചാരിച്ചാ ഒന്നല്ല ഒരു 100 പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുമെന്ന്. ഇത് നോക്കിയേ. ಅಕ್ಕ ನನಗೆ ಚೂಡಿದಾರ್ ಬೇಡ. ಸೀರೆ ತುಂಬಾ ಇಷ್ಟ. ಅದು ಹಳದಿ ಬಣ್ಣದು. ഇത് നല്ല പാങ്ങുണ്ടാവും നിങ്ങൾക്ക് ഏതിട്ടാലും നല്ല പാങ്ങുണ്ടാവും. ഇതന്നെ എടുത്തോ. ಅಕ್ಕ ಈ ತರದಲ್ಲ, ಇಂತಹದ್ದು ನಾನು ಉಡುವುದಿಲ್ಲ. ಅಕ್ಕ ಬೇರೆ ಸೀರೆ ಅಲ್ವಾ? ಯಾವ ತರದ್ದು ಬೇಕು? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ವಾ? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆಯಾ ನಿಮಗೆ? ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡುತ್ತಾ ಇದ್ದೆ. ಓ ದೇವರೇ, ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು. ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ. ಸರಿ, ನಿಮ್ಮ ಹೆಸರೇನು? ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ. ನಿಮ್ಮ ಹೆಸರೇನು?
ಯಮುನಾ ಭಂಡಾರ ಕೊറೇ ಪ್ಲಾನಿಂಗ್ ഉണ്ട് ಹೇಗಿದೆ ನಮ್ಮ ಊರು? ಒಳ್ಳೆಯವರು, ಖುಷಿ ಆಯ್ತು. ನೀವು ತುಂಬಾ ಅದೇನು ತೊಂದರೆ ಇಲ್ಲ, ನೀವು ಬನ್ನಿ. ಕನ್ನಡವ ತುಳುವ ಯಾವ ಭಾಷೆ ಬೇಕಾದ್ರೂ ನೀರು ನೀರು ತರ ಮಾತನಾಡಿ. ವ್ಯಾಪಾರ ಅಲ್ವಾ ಕೆಲ್ಸ. കോയി എന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ബിരിയാണി വെക്കണ്ടേ? നിന്നെ വെച്ച് തിന്നോ? ನೀವು ಪರವಾಗಿಲ್ವೇ? ತುಂಬಾ ಹುಷಾರು. ഇത് നമ്മുടെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിട്ടാ ഓർ വാങ്ങുന്നതല്ലേ. മോളെ നമുക്ക് ടൗണിൽ നിന്ന് നല്ലത് വാങ്ങിക്കാം. ഇവിടുത്തെ ഒന്നും കൊള്ളൂല. ഇത് വേണ ഇത് എത്രയാ? ഓരോന്നും പരീക്ഷിച്ച് കാണിച്ച് അടുത്തന്നെ നിന്നോളൂ. ഇതല്ല 650. വാ വിട്. മുത്തുമണി എവിടെയാണ്? ധനേഷേട്ടാ, ഒരു 50 റുപ്യ റീചാർജ് ആക്കി തരുവോ? അതെല്ലാം ഞാൻ ചെയ്തരാ. നീ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടില്ലത്? പച്ച ചുരിദാറ്? ഞാൻ പറയൂല. എന്നാ പറ, എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ. പറയാറോ? ഇല്ല. ഞാനല്ല ചോദിക്കുന്നത്, എന്നോട് പറ. ആ, നീ എന്ന് കളിക്കുന്നത്? ഞാൻ ഒരു മൂളായി വരെയുന്നു പറഞ്ഞേ. ഇല്ല. നീ ഒന്ന് പറ. ആന്നുവച്ചാ ആന്നുവച്ചാ ഓ, നിങ്ങള് ജിമ്മിലാന്നുള്ളത്? ഞാനായി ഫോൺ വിളിച്ചടാ. നീ ഇട്ട ഒരു കളി കളിക്കാലോ. മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നോട്ടെ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ, എനക്കെങ്ങും വേണ്ട, ഗ്യാസാണ്. ചക്കക്കുരു തന്നെ ഗ്യാസല്ലേ? ನೋಡಿ ಅಮ್ಮ, ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ എന്തായാലും കഴിഞ്ഞില്ല ನಿನಗೆ? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದಬ್ಬ ನನ್ನ ಜೊತೆ, ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ, ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. എന്നമ്മേ ഹലോ ഏട്ടാ, കട പൂട്ടിക്കോ പൂട്ടിക്കോ, ഹർത്താലാന്ന്. ഹർത്താലി കണ്ണേട്ടാ. ഹർത്താലാ, പൂട്ടിക്കോ. ഹർത്താൽ എന്തിന്? ടൗണിൽ പ്രതിമ ഒളിച്ചു നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എടാ പൂട്ടിക്കോ, എല്ലാ ആൾക്കാർ കൂടും. നമുക്ക് കൂടി തന്നിട്ട് ഷട്ടർ എടുപ്പാ. തരാം തരാം. ഇതും കൂടെ കൊടുത്തു വിട്. എന്നാ ചോരം തരുന്ന മനുഷ്യൻ. യമുന യമുന കരുതേ യമനെ എല്ലാരും പോയി. അമ്മേ, ഇതാരുല്ലേ? ആ എല്ലാരും ഇവിടെ പോയി. ഒരു അനക്കമില്ലല്ലോ. അനക്കൂലെന്നാ? ഇതുവരെ ഒരു ബഹളായിരുന്നല്ലോ. ചുരിദാറിന് നീളം പോരാ, കളറില്ലാന്ന് പറഞ്ഞിട്ട്. ആ, ചുരിദാറിന് നീളം പോരാന്ന് അങ്ങോട്ട് പോയി. എല്ലാം കെട്ടിപ്പറിക്കിട്ട് ആ വിദ്യാധരന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനിട്ടല്ലേ ഇവിടെ വാടിനെ പോലെ പണിയെടുക്കാൻ. ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂലല്ലോ. പോയാ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞു? ಒಳ್ಳೆ ಸೆಲೆಕ್ಷನ್ ಗೊತ್ತಿದೆ ನಿಮ್ಗೆ ಅಲ್ವಾ? ಒಳ್ಳೆಯವ್ರನ್ನು ಸಿಕ್ಕಿತಲ್ವಾ? ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ. ನನಗೆ ಚೂಡಿದಾರ್ ಇಷ್ಟ ಆಗಿಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ.
അത് ഓർക്ക് ചുരിദാറ് വേണ്ട സാരി മതി. ഈ ഹർത്താൽ ദിവസം തന്നെ ഇങ്ങോട്ട് കെട്ടിയിടക്കേണ്ട കാര്യം എന്താ? ഏട്ടൻ വിട്ടേ ചൊറയാക്കാണ്ട് ഞങ്ങൾ പോയിക്കോളാം. പതുക്കെ നടക്ക്. മതി മതി മതി, വെള്ളം വേണ്ട. വെള്ളം വേണ്ട. ഈ കന്നഡ വലിയ പ്രശ്നം തന്നെയാ. ഇതിപ്പോ എങ്ങനെയാ പഠിക്കുക? കന്നഡ പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. വിദ്യാധരന്റെ അടുത്ത് പോയി പഠിച്ചാ പോരെ? ഏതാ വിദ്യാധരന്റെ ബുദ്ധി കൂടുതൽ അവിടുത്തെ കഷ്ടപ്പാട്. അതിനിടയ്ക്ക് വിദ്യാധരന്റെ അടുത്ത് പോയി പഠിക്കുക. അതിലും നല്ലത് ഓളെ മലയാളം പഠിപ്പിച്ചാ പോരെ? ആര് പഠിപ്പിക്കൂ? ഞാൻ പഠിപ്പിക്കും. ഒന്ന് പുഴാന്ന് പറഞ്ഞ പോയാ മതി. നീ ഓനെ പഠിപ്പിക്കൽ വിട്. നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടാ? നീ വലിയ ലോക്കൽ കമ്മിറ്റിയുടെ കൊണ്ടാണ്. എടാ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കണ്ടാ. എടാ പെണ്ണിട്ടാണ് കഷ്ടപ്പെട്ട് നോക്കും. മലയാളം അറിയാം, ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റുമോ? എടാ മലയാളം അറിയാത്താണല്ലോ എടുത്ത പ്രശ്നം. നിനക്ക് നോക്കോട്ടെ, ഞാൻ മാത്രം എന്റെ ഞാൻ എനക്കൊക്കെ എന്ന് ശരിയായിട്ടില്ല. നീ വെറുതെ എനക്കൊരു കാര്യം പറയാണ്ട്. മിണ്ടല്ലാടാ അടുത്ത്. ഞാൻ ഓളെ എങ്ങനെ ഒന്ന് വാച്ചെടുക്കൂന്ന് പറ. മോനെ കണ്ണോ, നേരാവണ്ണം മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റത്തില്ല. പിന്നെ കന്നഡ അറിയുന്ന പെണ്ണിനാ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സമാധാനം ഞാൻ എന്നത്തെ തരേശം നിനക്ക് വേണ്ട? നീ കണ്ട പെണ്ണുങ്ങളുടെ കാര്യം കൊണ്ട് പറയാൻ നിൽക്കറ. ഏതാണ് എനിക്ക് കേൾക്കണ്ട? എനിക്ക് പോടുന്നു ഒരു ಪ್ರಶ್ನೆಗಳು ಇಡೇ ಕೂಡ ಬಂದಿಟ್ಟು. ಯಮುನಾ ಹೇಳಿದ ವಿಷಯದ ಬಗ್ಗೆ ನಾನು ತುಂಬಾ ಯೋಚಿಸಿದೆ. ನಾನು ಆಗ ಏನು ಹೇಳಲಿ? ಹೆಣ್ಣು ಮಕ್ಕಳ ಆಲೋಚನೆಗಳು ನಾವು ತಿಳ್ಕೊಳ್ಳತ್ರ ಅಲ್ವಲ್ಲ. ಯಮುನಾ, ನೀವಾದ್ರೂ ನನ್ನ ದುಃಖ ಅರ್ಥ ಮಾಡಿದ್ರೆ ಅಲ್ವಾ? ನಾವು ಹೇಳಿದ ಹಾಗೆ ಆದಷ್ಟು ಬೇಗ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು. ನನಗಾದ್ರೆ ನಿದ್ರೆನೇ ಬರೋದಿಲ್ಲ. ನಮ್ಮವರು ಬಂದ್ರು, ಆಮೇಲೆ ಕರ್ ಮಾಡ್ತೀನಿ. ഒന്ന് കുളിക്കണം. തോർത്ത് തോർത്ത്. ഓക്കെ. ആരോടായിരിക്കും ഈ കന്നഡയിൽ ഇങ്ങനെ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരായിരുന്നു ഫോണില്? ഫോൺ മാമാമയൊക്കെ ആയിരിക്കും. ഈ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇല്ലേ, ലോക്കൽ ഭയങ്കര പ്രോബ്ലം. കാര്യത്തെ ആൾക്കാർ അവരുമായിട്ടൊന്നും ഈ ഫോണുമായിട്ടൊന്നും ബന്ധപ്പെടുന്നു വേണ്ട. കഴിച്ചോ? കഴിച്ചോ? കുറച്ച് വെള്ളം. അപ്പോ എനിക്ക് ഒരാവശ്യമില്ലാത്ത കേസ് സാറ്. സാറേ എന്റെ ഒരു 15 ഉറുപ്പ്യ ഉണ്ട് സാർ. അതൊന്നും വാങ്ങിയിട്ടൊന്ന് ഊരിത്തരണം പ്ലീസ്. എന്റെ തരണ്ട, ആ മുമ്പിൽ വീഡിയോ കൊടുത്താൽ മതി. കേട്ടോ എന്നാ നിങ്ങൾ വിട്ടോ. അല്ല സാറേ, ആരാ ഈ മെയിൽ അയച്ചത്? നിങ്ങൾ സ്വന്തം നാട്ടുകാരൻ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാള്. എന്നാ ശരി. ആരത് ചോദിക്കണ്ട, എനിക്ക് മനസ്സിലായി. അവളെ കിട്ടി. ಇಲ್ಲಿ ಬೆಳಿಗ್ಗೆ ಎದ್ದ ನಂತರ ಅನೆಗೆ ಕುಂಕುಮ ಮತ್ತೆ ಗಂಡೆ ಬಾರಿಸೋದಿ ನೋಡಿ ഓനാ കേസ് കൊടുത്ത് ഉറപ്പാ. ഓനല്ലാണ്ട് ഇവിടെ വേറെ ആർക്കും എന്നോട് ഇത്ര ദേഷ്യം. പിന്നെ ചെയ്യാണ്ട് മാത്രമല്ല, ഇപ്പൊ ഭയങ്കര ഫോൺ വിളിയുണ്ട്. കണ്ടാ കന്നഡത്തിൽ ഒലിപ്പിക്കുന്നത്. ആരെ? യമുനക്കല്ലാണ്ട് ഇവിടെ വേറെ ആർക്കാ കന്നഡ അറിയാ? നീ പോകണ വെറുതെ വേണ്ടാത്ത പറയാറേ. ഭാര്യമാരുടെ സംശയിക്കുന്നത് ഭയങ്കര മോശാട്ടാ. നിങ്ങൾ നോക്കോ, ഞാൻ ഇപ്പോൾ അവളെ വിളിച്ച് കാണിച്ചു തരാം. കാണിക്ക്.
കേട്ടോ കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്ത് കണ്ടാന്ന് കണ്ണ ഓളോളെ വീട്ടിലേക്കറ്റം വിളിക്കായിരിക്കൂ ആയിരിക്കും അല്ലേ ആ അല്ല അപ്പൊ പിന്നെ ഓനാരോടോ പറയുന്നത് എനിക്കറിയാം. കണ്ണ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ. നിങ്ങളിത് ജോഡിയ കണ്ണ, അത് നീ മനസ്സിലാക്കണ്ടേ. ഈ ആളുകൾ മൊത്തം അസൂയടാ നിന്നെ നോക്കുന്നത്. അതറിയാം നിനക്ക്. 20,000 ಪೊಲೀಸರನ್ನ ನಿಯೋಜನೆ ಮಾಡಲಾಗಿದೆ. ತಮಿಳುನಾಡು ಗಡಿ ಭಾಗಗಳಲ್ಲಿ ಪೊಲೀಸರನ್ನ ಹೈ ಅಲರ್ಟ್ ಇರುವಂತೆ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದು, ಈ ಬಗ್ಗೆ ಕೇಂದ್ರ ವಲಯ ಐಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಮುನ್ನೆಚ್ಚರಿಕಾ ಕ್ರಮಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳಲಾಗಿದೆ. 2016ರಲ್ಲಿ ನಡೆದ ಘಟನೆ ಮತ್ತೆ ನಗರದಲ್ಲಿ ಆಗದಂತೆ ಅಧಿಕಾರಿ ಹಾಗೂ ಸಿಬ್ಬಂದಿಗೆ ಸೂಚನೆ ನೀಡಲಾಗಿದೆ. ತಮಿಳುನಾಡು ಬಸ್ ಕೂಡ ನಿಲ್ದಾಣದಲ್ಲಿ ಯಾಕೆ ಈ ತರ ನೋಡ್ತಾ ಇದ್ದೀರಾ? ಇದಕ್ಕಿಂತ ಮೊದಲ ನೋಡೇ ಇಲ್ವಾ? നീ എന്തായി പറയുന്നത്? എനിക്കൊന്നും തിരിയുന്നില്ല. ആരെങ്കിലും കണ്ടാ പറയോ മിണ്ടാൻ പറ്റാത്ത കുട്ടിയാന്ന്? എനിക്ക് നിന്നെ എത്ര ഇഷ്ടാന്ന് അറിയോ? ಹಾಗೆ ಹೇಳಿದ್ರೇನು? എന്താ പറയാ, ബാ അടുത്തേക്ക് ബാ. നിനക്കാരാ യമുനാന്ന് പേരിട്ടെ? ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, പഴയ പാട്ട്. നദികളിൽ സുന്ദരി യമുന. കേട്ടണേ പാട്ട്? ഞായിരുന്നു കേട്ടെ. നീ എന്തിനാ നോക്കുന്നേ? പറഞ്ഞോണ്ടിരിക്കുക. നീ പോകുമ്പോ കറണ്ട് ബില്ല് അടച്ചേട്ടാ. അത് ഇവളോട് പറ അടക്കാൻ. അമ്മ അതാടെ വെച്ചേ, ഞാനും ഏട്ടിയും പോയിട്ട് അടച്ചോളാം. ആരെങ്കിലും അടക്ക്. അമ്മേ അതിങ്ങതാ, ഞാൻ അടച്ചോളാം കറണ്ട് ബില്ല്. വേണ്ടേട്ടാ, ഞങ്ങൾ പോയിക്കോളാം. ഏട്ടിക്ക് ഇട്ടിരുന്നിട്ട് ബോറടിക്കുന്നുണ്ടോ? ഇതാകുമ്പോ ടൗണിലൊക്കെ പോയി കറങ്ങിട്ട് വരാറ്. അത് വേണ്ട, ഞാൻ അടച്ചോളാം. ഏട്ടൻ പോയിക്കോ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ പോയി റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോയി അടക്കാം. ഇപ്പഴാ? എന്താ നമ്മളത്ര ഫാമിലി ആയിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് അല്ലമ്മേ, നല്ല രസമല്ലേ? ഞാൻ പുറത്തുണ്ടോ, നീ പോയി റെഡി ആയിട്ടോ. ഏടോ കണ്ണാ പോന്നേ? അല്ല എല്ലാരും ഉണ്ടല്ലോ. ഇവർ കറണ്ട് ബില്ല് അടക്കാൻ പോന്നു. അതെയാ, നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ക്യൂ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്താ എടാ, എന്റെ ഇളയപ്പം പോയിട്ട് കൊറേ ദിവസമായില്ലേ. ഓൻ ഏടെ പോയാലും 2 ആഴ്ച കൂടുതൽ നിൽക്കില്ല. എന്ത് പറ്റി? നിങ്ങൾ അയാളെ പറ്റി ഒരു അക്ഷരം മിണ്ടല്ലേ? അയാൾ കാരണം ചില്ലറ പെടലൊന്നല്ലേ പെട്ടത്. ആ വെള്ളൂര് നല്ല വിത്ത് കാലുണ്ട് പറഞ്ഞ കേട്ടി, അതുകൊണ്ട് ചോദിച്ചാ എങ്ങനെ? കാള ഈ ഇളയപ്പന്റെയും കാളന്റെയും കാര്യം നിങ്ങൾ പറയണം, നമ്മൾ തെറ്റേണ്ടി വരും. അതെ അതെ, നല്ല പാങ്ങുണ്ട് അവര് പറയുന്നേക്കല്ലേ. അവര് പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായിനാ? എന്ത് ഭാഷ അവര് പറഞ്ഞത്? ഹിന്ദിയാ, തുളുവാ? എനിക്കൊന്നും മനസ്സിലായിട്ടപ്പ. എടാ കണ്ണ, അത് വേറെന്തെങ്കിലും ചോദിക്കാനോ പറയാനായിരിക്കും, അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ പാതിരാത്രിക്ക് എന്തോന്ന് ചോദിക്കാനും പറയാനുള്ള ചോദിച്ചിട്ട് നീ വേണ്ടത്ത പണിക്ക് കയറി. ഇപ്പൊ നീ ഓനോട് ചോദിച്ചാൽ നാട് മൊത്തം നാറ്റ കേസാവും, മനസ്സിലായേ? നിനക്കെന്താ ചോദിക്കാണ്ട് ഓനോട് ചോദിക്കാല്ലോ, നിന്റെ ഓളോട് പോയി ചോദിക്ക്. അതിന് ഇവന് ഭാഷ അറിയോ? എനിക്കറിയാം. നദികളിൽ സുന്ദരി യമുന, യമുന, കണ്ട ഇപ്പൊ ഒരു പാട്ട് പാടേണ്ട കാര്യം എന്താ? അതും ഇല്ലാത്തൊരു പാട്ട്. ആ പാട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല സുധാകര. കണ്ണാ, ഓന്റെ ഇളക്കും ആ പാട്ട് കേൾക്കുമ്പോ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആദ്യം അവരെന്താ പറയുന്നതെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനും വഴിയുണ്ട്. നീ അന്നേരം ഫോൺ വിളിച്ചാൽ ആകെ അവത്തായി. ഇപ്പൊ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അറിയോ? ഞാനെന്നാ ഇപ്പൊ ഞാനായ
ഹലോ ഞാൻ പിന്നെ വിളിക്കാ. ആരാ? നിങ്ങ അറിയാണ്ട് പറ്റിപ്പോയതാണ്. എന്ത്? അല്ല, പ്രതിമ പൊട്ടിച്ചത്. ഏത് ചാത്തുന്റെ പ്രതിമ? അത് നീയാ പൊട്ടിച്ചേ? പറ്റിപ്പോയി. ഒരു കയ്യബദ്ധം പറ്റിയാണ്. നീ നടക്ക്. ചെയ്യല, അറിയാണ്ട് പറ്റിപ്പോയതാണ്. ചോദിക്ക്. ഇതില് ഇങ്ങോട്ട് വരുന്ന കോൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാ? എങ്ങനെ കോള് റെക്കോർഡ് ചെയ്യാ? എങ്ങനെയാ? അത്രയല്ലോ, അതെളുപ്പല്ലേ. ഈ ഫോണില് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ടാകുമ്പം റെക്കോർഡാവും. അപ്പൊ ഇത് നമ്മുടെ ഫോണിലേക്ക് കിട്ടാൻ എന്താ വഴി? അത് ബ്ലൂടൂത്ത് വഴിയോ കമ്പ്യൂട്ടർ മെമ്മറി കാർഡിലൂടെ എടുക്കാൻ പറ്റുന്നല്ലോ. ചില ആൾക്കാരും ഈ ഫോണില് മറ്റേ ഇങ്ങനെ പാറ്റേൺ എല്ലാം ഇട്ടിട്ട് ഇതാക്കൂല, ലോക്ക് ചെയ്ത് വെക്കൂലേ? അതൊരു ചൊറയേ അല്ല, അത് ഭയങ്കര എളുപ്പല്ലേ. ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പക വന്നാണ്ട നേരാടാ ആ പാറ്റേൺ കാണും. കാണുന്നുണ്ടോ? ഇത് എന്റെ പാറ്റേണല്ലേ. ഈ കാര്യം ചോദിക്കാനാ നിങ്ങൾക്ക് എന്നെ വിളിച്ചു വെച്ചാ പോരെ? ಅಲ್ಲೇ ಪ್ರತಿಮೆ ಮುಟ್ಟಿಕೊಳ್ಳಡ ಪ್ರೀತಿ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ದು ಅಷ್ಟು ದೊಡ್ಡ ಅಪರಾಧ. ನಿಮ್ಮ ಹೆಸರೇನು? ನಿന്റെ പേരെന്താ? ನಿಮ್ಮ ಹೆಸರೇನು? നിന്റെ പേരെന്താ? കണ്ടോ 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 എന്താ മലയാളത്തിലെല്ലാം നിർത്തിയാ? ഏട്ടീനെ മലയാളം പഠിപ്പിക്കുന്നതിലും നല്ലത് നമ്മ കന്നഡ പഠിക്കുന്നതാണ്. ഇതാകുമ്പോ വേഗം പഠിക്കാം. ഞാനും പഠിക്കാൻ നോക്കട്ടെ. എവിടെ വെച്ചോ എവിടെ വെച്ചിട്ട് ಹಲೋ ಹಲೋ ಯಮುನ, ಏನಾಯ್ತು? ಒಂಥರ ನಗೆ. വോളിയം കൂട്ട്. ഇത്ര മതി. കുറച്ചുകൂടെ കൂട്ട്. പ്രേമ ഹൃദയ ഇഷ്ടം നിന്റെ കണ്ണ ഇനി ഒന്നും നോക്കാല്ല. അവര് മുടിഞ്ഞ പ്രേമത്തില. ചോദിച്ചു മേടിച്ചു. സുധാര എന്താ ഏതാന്നൊന്നും എനിക്കറിയണ്ട. ഇനി ആ കേസിനെ അല്ല ആർസിനെ വിളിച്ച് ചോദിക്കടാ. ആർസിനെ വിളിച്ചിട്ട് കാര്യമില്ല, ആളിപ്പോ കേസിന്റെ കാര്യം പറയാ. ഒന്ന് വിളിച്ച് ചോദിക്കണോ? എന്തൊരു കഷ്ടത്. ആ സുധാര എന്തല്ല എന്തായി നമ്മുടെ കേസൊക്കെ? സഖാവേ, ഇത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ സുധാര ചോദിച്ചോ? എന്താ സഖാവ് ഈ ഏനായിട്ട് ഒന്നൊരു നാഗെന്ന് വെച്ചാല് എന്താണൊരു ചിരി? അതല്ല സുധാര, എന്താണൊരു ചിരി എന്നാണ് അതിനർത്ഥം. ഇത് ചോദിക്കാനാ നീ വെളുപ്പിനെ വിളിച്ച? ഇതോ? ഇത് എനക്കെല്ലാം മനസ്സിലായി. പ്രേമം ചങ്കി കൊണ്ടല്ലേന്ന്. ആർക്കാണാണ് ഇപ്പൊ ഇത്ര പ്രേമം? ഇപ്പൊ എങ്ങനെയുണ്ട്?
ഞാൻ പറഞ്ഞ മാതിരി ಏನಿದ್ರು ನನಗೆ ನಂಬಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಇಷ್ಟು ಬೇಗ ನನ್ನ ಪ್ರೀತಿ ಸರಿಯಾಗುತ್ತೆ ಅಂತ. ഇതോ ആരാടത്? ഞാൻ തന്നെ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര വേഗം എന്റെ പ്രേമം പോണിയോ? അല്ല അല്ല ഇത് യമുനയുടെ. ഹലോ ഹലോ സുധാർ, ഇത് നമ്മുടെ യമുൻ. ഹലോ ചില പോയവക്കത്തേക്കാണല്ലോ പോണ്. ഈ തടിയും വെച്ചങ്ങനെ കരയല്ലേ കണ്ണ. കണ്ണ ഓളൊരു പാവ. അതെനിക്കറിയാലോ. ഓനൊരു ചെറ്റ. അതും എനിക്കറിയാം. എല്ലാം എനിക്കറിയാലോ. എന്തോ കൂടോത്രം കാണിച്ച് വശീകരിച്ചു വെച്ചിരിക്കുവോ. കണ്ണ നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. ഓള് ഓനെ വെറുക്കണം. ഓനോളെ പറ്റിച്ചാ നോക്ക് മനസ്സിലാവണം. അതിനൊറ്റ വയ്യല്ലോ. ബ്രോക്കർ തമ്പാനെ കണ്ടിട്ട് ഓനൊരു പെണ്ണിന് ശരിയായി കൊടുക്കുക. ഓന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണ്ട. അല്ലാതെ നിന്റെ ഓളോൻ കെട്ടണം. സുധാകരൻ പറഞ്ഞാല് കാര്യണ്ട് കണ്ണ. അത് നീ എത്ര ചെലവ് വന്നാലും ഞാൻ എടുത്തോളാം. നീ മിണ്ടല്ലേ കണ്ണ, മിണ്ടല്ലേ. പ്രായം കൂടുതൽ പറയുന്നുണ്ടിപ്പാ. ഓഹോ, അപ്പൊ ഇതോ? ഇത് കള്ള കളറാ. ഏതോ ആപ്പിലെടുത്ത ഫോട്ടോ ആണ്. ഇത് കൊള്ളാം. നല്ല തറവാട്ട് പറഞ്ഞ കുഞ്ഞാന്ന് നോക്ക്. ഹലോ യമുന, ಏನಾಯ್ತು? ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോന്. ബ്രോക്കർ, ഇറ്റ് ഈസ് ടു മച്ച്. എന്താ ഇപ്പം? എന്തിനും ഏതിനും പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എടപ്പേടാ ഇന്റെ പാർട്ടി. എടപ്പേടാ എന്നോട് ഞാൻ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഭയ ഉണ്ടാക്കാം. നമ്മ എല്ലാരും നിന്റെ കൂടെ അല്ലേ? ഒന്ന് സമാനപ്പെട്. എന്റെ വാക്കും കേട്ടിട്ടാ സുധാര ഞാനവളെ കെട്ടിയ. എന്റെ വാക്കും കേട്ടിട്ട് ഇതിനെന്റെ തീരുമാനം ഇനി എന്നെ ഉണ്ടാക്കിയാ മതി. ഞങ്ങളൊക്കെ നിന്റെ കൂടെ നിൽക്കല്ലേ? നീ പോടാ. നല്ല രസമുണ്ടല്ലേ എന്നിങ്ങനെ പൊട്ടനെ പോലെ കാണാൻ. ഇനി എന്താക്കണമെന്ന് എനിക്കറിയാം. ഇന്നാ ഓനെ തലടിച്ച് പൊട്ടിക്കട്ടോ. ഇത് പിടിക്ക്, മാറി ഇത് കുടിക്ക്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നു. എടാ നമ്മല്ലേ നമ്മളെ ചാവണ്ടി നിനക്ക് കൊല്ലാൻ പറ്റണമെങ്കിൽ കേട്ടാ ഛർദിച്ചോ. ഇനി ഒഴിച്ചു കൊടുക്കും. ചെരുപ്പല്ലേ ആടിരിക്കും. സുധാരാ, നീങ്ങ വന്നേ. എന്നാ അതിന്റെ പ്രശ്നം? ഇത് കണ്ട സഖാവ നിങ്ങ ആ ചെക്കനെ കൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോണ്ടേ? നിങ്ങൾക്കും ഈ ചൊരേ പങ്കുണ്ട്. നമ്മ കൊണ്ടാവുന്നതല്ല നമ്മ ചെയ്ത്. ഇല്ലാത്ത പൈസയും കൊടുത്ത് ഒരു ബ്രോക്കർ ഇറക്കി. അത് നടന്ന അതുണ്ടായില്ല. ഓന്റെ പോലെ പാർട്ടി ഉണ്ട്. നമ്മളപ്പോ ആരാ ഉള്ളത്? ആരുമില്ല. ആ വെഡ്യാരനെ കൊണ്ട് ചൊറയന്നല്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ സഖാവെ ഓൻ ടെൻഡറെ പൊട്ടിക്കാന്ന്. പൊട്ടിച്ചിട്ട് നാളെ ഓനും തോടി കയറ്റി നാട്ടുകാർ നടക്കുന്ന കാണാനാ. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ലേ സഖാവെ? ഒന്നിക്കിൽ ഇവൻ ഓനെ കൊല്ലും, അല്ല ഇവന്റെ ഓളെ കൊണ്ട് ഓൻ പോവും. നിങ്ങൾ പറ, ഓനില്ലേതാ ചെയ്യേണ്ടത്? സുധാകര, തച്ചിട്ടും നുള്ളിറ്റും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. തീർക്കുമ്പോ ആ അടിയെ അങ്ങ് തീർക്കണം. ആരാ സുധാരൻ? ഞാനാ. ഒരു തുണിയോ സഞ്ചയം എടുക്ക്. വാ, പണിയുണ്ട്. ഒരാള് വന്നാ മതി.
വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. സാറ് വാ, പ്രശ്നമായിട്ടി പ്രസിഡന്റിൽ അവിടെ നിൽക്കിട്ട് നിങ്ങൾ പുറത്തിറങ്ങി വാ. എന്താ സാറേ പ്രശ്നം? നീ മിണ്ടാണ്ടിക്ക്, ഞാൻ പറയാം. സാർ ഇടുണ്ട്. ആ വാ വാ സാറേ, നീ ഇങ്ങോട്ട് വാ. സാറേ എനിക്കൊന്നും അറിയില്ല. സാറേ സാറേ മുണ്ട്. സാറേ ഞാൻ എന്താക്കി? അവന്റെ മുണ്ടിങ് എടുത്തോ. സാറേ എന്നാ കാര്യം? ആ കേറ് കേറ്, അവിടെ എത്തിയിട്ട് പറയാം. ലഡു 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 എടുക്കേ. സഖാവ് ലഡു എടുത്തേ. മഞ്ഞാന്നല്ലേ സഖാവ് ലഡു ഉഷാറാക്ക്. ഉദാരട്ടോ വേറെ ലഡു എടു. പേടി. കണ്ണടാ ലഡു നീ ആരെയും പേടിക്കുന്നത് കണ്ണ കൈക്ക്. ആ ലഡു ലഡു. ഇനി പോലീസ് അന്വേഷണം, NIA, CBI, ഓന് പുറലോകം കാണൂല. പിന്നെ എങ്ങനെ പണിയരാൻ പോകുന്നത്? സൂപ്പർ. എന്റെ വായ കുറച്ച് ബുദ്ധിയല്ലേ? എടുക്ക്. പ്രഭാകരനാ നല്ലോണം കൊടുത്തു പറയാനായിരിക്കും. പറയോ മിസ്റ്റർ പ്രഭാകർ. ആകെ പ്രശ്നമായി. നീ എന്ത് പണിയാ കാണിച്ചത്? പാർട്ടി ബാനറിലാണ് സാധനം പൊതിഞ്ഞത്. പൊട്ടാ. എടാ ഞാൻ ആ തിരക്കിനൊക്കെ ശ്രദ്ധിച്ചിട്ടാ നമ്മുടെ ബാനർ ഒരു കട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ? ഒലക്ക. എന്നെ അതൊന്നും നടക്കൂല. നമ്മോനെ കൊടുക്കാൻ നോക്കിയ ദിവസത്തേക്ക് മനസ്സിലായി. വേറെ ചാൻസ് ഒന്നുമില്ലേ? ഇല്ല. ഓര് ഇപ്പൊ എന്നെ വിട്ടേക്കും. എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ വേഗം ചെയ്തു. നീ പേടിക്കണ്ട, ഞാൻ വേറൊരു വഴിയുണ്ട്. പോടാ മണ്ടപ്പി. കണ്ണാ എടാ വാടാ. നമ്മളല്ലെന്താ ബോളമാറാ ചവിട്ടി കൂട്ടറായി തായില്ലേ? നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ. ഈ നാടിന്റെ സമാനം തകർത്ത ഒറ്റൊരുത്തിനും ഞങ്ങൾ വെറുതെ വിടൂല. ജീവൻ വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഈ നാട് വിട്ടോ, ഇല്ലെങ്കിൽ ഈ നാട്ടുകാര് പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. സുധേട്ടാ ഞാൻ പോയിക്കോളാം. എനിക്ക് കുറച്ച് സമയം തരണം. നിനക്ക് വൈകുന്നേരം വരെ സമയം തരും. നീ നിന്റെ സാധനങ്ങളുമായിട്ട് ഈ കടമ്പേരി കവല കിടന്നിരിക്കണം. കേട്ടാ? വാടാ. എന്റെ എല്ലാം ബാക്കിലാ കണ്ണനാമേ. നാട്ടുകാരെ തല്ലും മേടിച്ചിട്ട് കയ്യും പൊളിച്ചിട്ടോ നാട് വിടാൻ പോകുന്നവരും നട്ടല്ലേന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ എനിക്കെല്ലാം. എനിക്ക് ചോദിക്കാൻ പേടിയാന്നെങ്കിലേ ഓനോട് ഞാൻ പോയി ചോദിക്കാം. അതൊന്നും വേണ്ടമ്മേ. വെറുതെ കുത്തിയിരിക്കുന്ന ഇടാ മുന്നീനെ പോലെ നാണുമില്ലാണ്ട്. എങ്ങനെപ്പാ ഇതെന്റെ വയറ്റിൽ ജനിച്ചു പോയി നീ?
യമുന ഞാൻ ಬರ್ತೀನಿ യമുന. പിന്നെന്താപ്പാ അല്ലടോ ആരാണ് ആ തല്ലുംപിടി ഉണ്ടാക്കിനി നിങ്ങൊന്നും ഉണ്ടായിട്ടേ തല്ലുംപിടിയാ അതാരിപ്പാ നമ്മ കുറച്ച് സമയം ടൗണിന്ന് മാറിക്കുമ്പോ അടിയാ നമ്മല്ലാണ്ട് വേറെ ആരും ഉണ്ടെങ്കിലും ഗോപി അത് തന്നെ നമുക്ക് പിരിവ് നിർത്തിട്ട് പോയി അടിച്ചാലോ? അതന്നെ ഞാനും പറയുന്നത്. രണ്ടെണ്ണം അടിക്കണ്ടേ? ഒറ്റ ഒന്നാണ് തരൂ. എടാ അടി ഉണ്ടാക്കിയാണ് പോയി അടിക്കണ്ടേ? ചിലപ്പോ പ്രതിമ ഒട്ടിച്ചോണാണെങ്കിലോ? എടാ വിശ്വന്റെ വീട്ടിലെ CCTV നോക്കാൻ പറഞ്ഞ് നീ നോക്കി? ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പര് നാട്ടിലില്ല. ഇന്നോ നാളെ നാട്ടിലെത്തും. നാട്ടിലെത്തിക്കാൻ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലപ്പാ ഈ പട്ടേലിന്റെ പ്രതിമയ്ക്ക് എത്ര ലക്ഷം ഉണ്ടാവും? അതൊരു 10-50 ലക്ഷം ആയിട്ടുണ്ടോ? പൈസ ഉണ്ടല്ലോ. എടാ വിദ്യല്ലടാ. ആ വിദ്യാന്നല്ലോ. ഓനെന്താ അമ്മേനെല്ലാം കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോന്നോ? നമ്മളെ കൂട്ടാണ്ട കൈയെല്ലാം പൊട്ടിട്ടുണ്ടല്ലോ. ചോദിക്കാം. അല്ല വിദ്യേ നിന്റെ കൈക്കെന്നാ പറ്റിനി? എടാ നിന്നെ പെണ്ണ് കാണിക്കാൻ ഞാനല്ലേ കൊണ്ടോല്. നീ എന്താ അമ്മേനെല്ലാം കൂട്ടിട്ട്? നാട്ടുകാരെല്ലാം കൂടെ നായിനെ പോലെ ഇവരെ തല്ലുമ്പോ നിങ്ങൾ ഏടെയാ പോയിനി? എടാ പോയിനി ഇപ്പൊ പായ്യാരും ചോദിക്കാൻ വന്നിനി. ഞാൻ എന്തായാലും എന്നോട് ചോദിക്കും. വാടാ പൊട്ടരെ പോലെ നിൽക്കാണ്ട് വാമേ. എല്ലാരും കൂടി അങ്ങോട്ട്. വിദ്യായിട്ട് നല്ലേ ചോദിക്കാൻ പോകുന്നു കണ്ണാന്റെ വീട്ടിലേക്ക്. കണ്ണാ കണ്ണാ. ആ ദാ എന്റെ ചെക്കനെ തല്ലിക്കാൻ നീ ആരിടാ? ഞാൻ കണ്ണൻ കെട്ടെടുത്ത് നാടാൻ പറയാ. നീ ആരും എടുത്ത മജിസ്ട്രേറ്റാ? ആ മജിസ്ട്രേറ്റ്. ഓനെടുത്തേക്കൂ. നീ എന്നാ ചെയ്യുന്നത് നമുക്ക് കാണണല്ലോ. പാലട്ടാ പിന്നെ കൂടെ എന്റെ മെറ്റൊന്ന് ഇപ്പൊ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇവിടെ തല്ലടിച്ചാൻ പൊട്ടിക്കും. നിന്റെ മിറ്റത്തല്ലടാ നിന്റെ വീട്ടിൽ കയറി ഞാൻ പറയടാ. അടി കൊള്ളാനാണ് ഈ വന്ന ചന്ദ്ര. വീട്ടിൽ കയറിയിരുന്നു. സ്വന്തം വീട്ടിൽ കയറി പിന്നെ ഞങ്ങളെ കയ്യെന്താ പാകർക്കാൻ പോയില്ലേ? കേറി നോക്കടാ. ആ അമ്മ അറിഞ്ഞോണ്ട് ഞാൻ നിർത്തി. ആരമ്മ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിട്ട് ഒരു നായിനെ തല്ലും പോലെ ഇവൻ തല്ലാൻ ഓൻ എന്ത് തെറ്റാ നിന്നോടത് ചെയ്തിനി? ആരുമില്ലാത്ത കുഞ്ഞൊന്നല്ല ഇവൻ. ഓന്റെ അച്ഛനെ പോയിട്ടു അമ്മയുടെ ഉണ്ട്. ഓ ഒരു കുട്ടാപ്പി ഓനെന്റെ കുടുംബത്തിൽ കാണിച്ചോ? തല്ലൂല്ല കൊല്ല വേണ്ടേ? ഓൻ എന്ത് തോന്നിയ കാണിച്ചേ? ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്ന ഇത്ര വലിയ തെറ്റാ? സൂപ്പർ തള്ള. അതെടാ നല്ല സൂപ്പർ തള്ള തന്നെയാന്ന്. അവര് തമ്മിൽ ഇഷ്ടാണെങ്കിലേ ഞാനത് നടത്തി കൊടുക്കും. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട. മോളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ഏത് മോള് വാലേട്ട? എന്റെ കാര്യത്തിൽ ഇവിടെ വേറെ ആരും തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടൻ എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊന്നോട്ട്. ഏടേ രാത്രി പരിപാടി ഉണ്ടായിനി. ഓരലേടെ? ഓരല് നേരത്തെ പോയിനി. വാ ഞാൻ കൊണ്ടാക്കാം. വാ. ഇത് കൊട്ടാ നമ്മളെയും പഠിപ്പിക്കൂ.
പൈസ എന്നാ പഠിപ്പിക്കാം. നമുക്കൊക്കെ ആര് പെണ്ണ് തരാന് അല്ലേ കരുത്. രാവിലെ എണീക്കുന്നൊക്കെ നല്ലതല്ലേ? അയ്യടാ ഒന്ന് പോയാണെന്ന്. ഞാൻ ഏട്ടിക്ക് ഫോൺ കൊടുക്കുന്ന. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഓരോടൊന്നും പറയണേ. വിദ്യേട്ടൻ. വിദ്യ. ഹലോ. അല്ല, നാളെ ആ ഭാഗത്താ ചായ കുടിക്കും. ഫ്രീ ആണെങ്കിൽ ഒരു ചായ എടുത്ത് ഞാൻ വന്ന് കുടിക്കും. ബാലേട്ടാ, ഒരു പെണ്ണിന് വേണ്ടി കൊറേ നടന്നല്ലേ, ഓണിഷ്ടാണേ അത് നടക്കട്ടേന്ന്. നീ ഒരിക്കലും ഉണ്ടായിരിക്കേന്ദ്ര. വിദ്യേ, നിന്റെ ഏത് കാര്യത്തിലും ഞങ്ങളെ ഒന്നിച്ചുണ്ടായില്ലോ. ഇതും ഞങ്ങൾ തീരുമാനിക്കും. യമുനയാണെങ്കിലും കുഴപ്പമില്ലേനു. ഇതിപ്പോ ചേട്ടന്റെ പെങ്ങളെ തന്നെ വേണം എനിക്ക്. ആ വിദ്യ നിക്ക്. വിദ്യ നിക്ക്. എന്തിനാ ബാലേട്ടാ നിങ്ങൾക്ക് ഞാൻ പോയ എന്താ? നായപ്പോലെ നാട്ടുകാർ എടുത്തിട്ട് തല്ലിയപ്പോ നിങ്ങളും നിങ്ങളുടെ ഈ പാർട്ടിക്കാർ എവിടെയായിരുന്നു? എന്നെ പോലെ ഒരു 100 പൊട്ടന്മാരെ നിങ്ങൾക്ക് കിട്ടും കൊണ്ടേ കൊണ്ടിലിടാൻ. ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഒന്നുമല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. 2 മനുഷ്യന്മാരും അമ്മ ഇഷ്ടമാണെങ്കിൽ അവരെ അമ്മി വേണേ കല്യാണം കഴിക്കും. നിങ്ങളെന്താ ചേച്ചി? ബാലേട്ടൻ നീ ഇങ്ങോട്ട് വന്നേ. ഹരിതേ, നിന്റെ ഒറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടാ ഞാനിപ്പോ ഈടെ വന്നത്. അല്ലാതെ ഈടെ വന്ന് പെണ്ണ് വയ്ക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ ഓളെ കല്യാണം കഴിക്കുന്നതിൽ ആർക്കും എത്ര എതിർപ്പ്? എനക്ക് എതിർപ്പുണ്ട്. ഗോപി, എന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അമ്മയ്ക്കോ? അല്ലപ്പാ, പെട്ടെന്നിങ്ങനെ തീരുമാനം എടുത്തപ്പോ ഞാൻ എനിക്കത് കേട്ടാ മതി. അമ്മ കണ്ണാ, നിനക്കോ? അമ്മക്ക് എതിർപ്പില്ല, എനിക്ക് കുഴപ്പമില്ല. ഓക്കും എതിർപ്പില്ല, ഓളുടെ അമ്മയ്ക്ക് എതിർപ്പില്ല. പിന്നീട് ആർക്കാ എതിർപ്പുള്ളേ? എനക്ക് എതിർപ്പുണ്ട്. എടാ ഭാസ്കരൻ, നിങ്ങൾക്ക് എന്തിനു എതിർപ്പ്? ആ വണ്ടിയുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ എനക്ക് യാതൊരു എതിർപ്പില്ല. അപ്പൊ മെയിലായിരുന്നു മനസ്സിലായി. വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാ? എന്റെ കൈ ആരും പിടിച്ച ഗോപിയേട്ടാ, നമ്മള് ചാത്തുട്ടിയാന്റെ പ്രതിമ പിടിച്ചാളെ മനസ്സിലായി. ആരാടാ? ഞാനല്ല, എനക്കൊന്നും നീ എവിടെയായിരുന്നു ഭാസ്കര? എന്റെ ഏട്ടി, ലോകത്തിലെ ഏറ്റവും രസമുള്ള പരിപാടി എന്താണെന്നറിയോ? ഒരാളെ മനസ്സറിഞ്ഞ് അങ്ങനെ സ്നേഹിക്കുക. അതിന് ഭാഷയും പ്രശ്നമല്ല, വേഷവും പ്രശ്നമല്ല. ഏട്ടി ഒരു നിലവിളക്ക് കത്തിച്ചിങ്ങനെ കൊണ്ട. അതിന് നിശ്ചയം കഴിഞ്ഞിട്ടില്ല ഭാസ്കര. ഇവനെ അല്ല, ബേട്ടി. ബേട്ടിയാ? ഞാൻ നിന്റെ ഏട്ടിയല്ലേ ഭാസ്കര? ആ ഏട്ടിയല്ല, പിന്നെ ബേട്ടി. ആവോനാ? അതെയാ? അതാരേ? मुझे सब कुछ मालूम. भास्कर जी ने मुझे सब कुछ बोला. എന്റെ അമ്മേ, ഇതേത് ഭാഷ? ഇനി ഞാൻ ഇതും പഠിക്കണം ഭാസ്കര. बेटी आओ ना. हाँ जी. केरल में बहुत पागल आदमी है. चलो तुम तिरंगे नोकना. ഇവരിങ്ങനെയാണ്. ഇന്നൊരു പ്രതിമയാവാം, നാളെ ഒരു കൊടിമരമാവാം, അത് കഴിഞ്ഞാൽ പിന്നെ ചങ്ങാത്തവും സ്നേഹപ്രകടനവും കെട്ടിപ്പിടുത്തവും. ഓ, ഇതിനൊരവസാനം ഉണ്ടാവില്ല. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
പ്രകടമായോ? മലയാളോ? അതെങ്ങനെ? നമുക്കെല്ലാം കണ്ടിട്ടാ സംസാരിക്ക ഒരുപാട്. അയ്യോ ಹೌದು ಹೌದು. അതിട്ടോ കണ്ണാ, സിമ്പിളാ. ഈ വട്ടെങ്കിലും കൊള്ളൂ, മരുന്ന് തീരാറായി. എന്തേ അങ്ങനെ നമ്മളെ കുറവാക്കല്ലേട്ടാ, ഇപ്പൊ കണ്ടോളി. കൊള്ളാം. ഇത്ര എളുപ്പമുള്ള ഒരിടുന്നുണ്ട്. നിനക്ക് അമ്പും ഇല്ല നല്ലത്. ഇങ്ങനെ തോന്നുന്നു. ഇതും കാണുന്നുണ്ട് പറയണേ. പഠിക്കുന്നുണ്ട് വേണ്ട. എന്താ വിദ്യാഭ്യാസക്കുന്നുണ്ടോ? അല്ല, ഈലും കൊണ്ടിലേക്ക് നമുക്ക് പഴയ മേരിയുടെ ഫാമിൽ തന്നെ പോയാലോ? ഏത് മേരി? മേരി, അത് പോവാ. പക്ഷെ ഇത് കൊള്ളും വിദ്യ. സോറി അളിയാ. ഒക്കട്ടെ.